അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലുള്ളാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഭർത്താക്കന്മാരുടെ കടങ്ങൾ വീടുവാൻ വേണ്ടിയിട്ട് ഭാര്യമാർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഈ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഭർത്താവിൻ്റെ കടം എന്ന് വെച്ചാൽ അത് നമ്മുടെയും കടമാണ്, അത് നമ്മുടെയും ബാധ്യതയാണ്. ആ ഒരു മനസ്സ് ഉണ്ടായി അത് ഉൾക്കൊണ്ട് നിങ്ങൾ ഇത് ആത്മാർത്ഥമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും റബ്ബ് സുബ്ഹാനഹു തആല ഹലാലായ മാർഗത്തിലൂടെ ആ കടങ്ങളൊക്കെ വീടുവാനുള്ള ഒരു മാർഗം കാണിച്ചു തന്നിരിക്കും ഇൻഷാ അള്ളാഹ്. ധാരാളം കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാകും. ബിസിനസ്സിന് ആവശ്യമായിട്ട് കടമെടുത്തവർ, വീട് വെക്കാൻ, മക്കളെ കെട്ടിച്ചു വിടുവാൻ, അങ്ങനെ പല ആവശ്യത്തിനും വേണ്ടിയിട്ട് കടമെടുത്ത് സാമ്പത്തികപരമായിട്ട് ഞെരുക്കത്തിലുള്ളവരുണ്ടാകും. ഈ ഭർത്താവിൻ്റെ കടം എന്ന് പറയുന്നത് അത് നമ്മൾ ഭാര്യമാരുടെയും കൂടെ ബാധ്യതയാണ്. അവർ കടമെടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിനും നമ്മുടെ സന്തോഷത്തിനൊക്കെ വേണ്ടിയിട്ടുള്ളത് തന്നെയായിരിക്കും. അവർ കാറ് വാങ്ങുന്നത്, വീട് വെക്കുന്നത്, മക്കളെ കല്യാണം കഴിപ്പിച്ച് അയക്കുന്നത്, അതെല്ലാം നമുക്കും സന്തോഷം ലഭിക്കുന്ന കാര്യമാണല്ലോ. ആ കടം എടുക്കുന്നതും നമ്മുടെ ഒരു ബാധ്യത കൂടിയാണ് എന്നൊരു ചിന്തയിൽ എൻ്റെ ഭർത്താവിൻ്റെ കടം വീടിയാൽ അത് എനിക്കും ഒരു മനസ്സമാധാനമുണ്ടാകും എന്നൊരു ആത്മാർത്ഥതയിൽ ഈ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ചെയ്യുക ഇൻഷാ അല്ലാഹ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് തഹജ്ജുദ് നിസ്കരിച്ചതിന് ശേഷം അതിന് ശേഷമുള്ള നിങ്ങൾ സ്ഥിരമായി ചൊല്ലിപ്പോരുന്ന ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ ചൊല്ലിയതിന് ശേഷം ആണ് ചെല്ലേണ്ടത്. അപ്പോൾ പലരും ചോദിക്കും, ഞങ്ങൾ എന്നും തഹജ്ജുദ് നിസ്കരിക്കുന്നില്ല, അതല്ലെങ്കിൽ തഹജ്ജുദേ നിസ്കരിക്കാറില്ല എന്ന് പറയുന്നവരുണ്ടാകും. അവർക്ക് ഇത് ചെല്ലാൻ വേണ്ടിയിട്ട് ഇനിയും സ്റ്റാർട്ട് ചെയ്യാലോ, നിസ്കാരം ഇനിയും തുടങ്ങാലോ എന്ന ഉദ്ദേശത്തിൽ, അതായത് നിസ്കാരം ചെയ്യാതിരിക്കാനുള്ളൊരു സാധ്യത ഇല്ലല്ലോ. നിങ്ങൾ ആദ്യമേ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ചെയ്യേണ്ടതില്ല, ഇനി അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കില്ല, അങ്ങനെയില്ലല്ലോ. നമ്മൾ എപ്പോഴാണ് അമൽ ചെയ്യുന്നത് അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അത് സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഒരു മാറ്റം എപ്പോഴാണോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരുന്നത് അത് അള്ളാഹു സുബ്ഹാനഹു തആല ആ സമയത്ത് തന്നെ സ്വീകരിക്കാൻ തയ്യാറായി കാത്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ തഹജ്ജുദ് നിസ്കാരം ആരംഭിക്കുക. ആ നിസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ട ദിക്റുകളും സലാത്തുകളും നിങ്ങളുടെ ദുആയും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ഭർത്താവിൻ്റെ കടം വീടുവാൻ ഹലാലായ ഒരു മാർഗത്തിലൂടെ അത് വീടുവാനുള്ളൊരു തൗഫീഖോടു കൂടി, ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഇരിക്കുക, ഒഴിഞ്ഞിരുന്നിരിക്കുക. എന്നിട്ട് 3 തവണ ആയത്തുൽ കുർസി ഓതുക. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ എന്ന് തുടങ്ങുന്ന 3 തവണ ആയത്തുൽ കുർസി ഓതുക. അതിനുശേഷം 11 തവണ കാഫിറൂൻ സൂറത്ത്, അതായത് ഖുൽ യാ അയ്യുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുൽ കാഫിറൂൻ എന്ന് തുടങ്ങുന്ന സൂറത്ത് 11 തവണ ഓതുക. അതിനുശേഷം 11 തവണ ഇഖ്ലാസ് സൂറത്ത് ഓതുക. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്ത്. അതിനുശേഷം 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി, അസ്തഗ്ഫിറുല്ലാഹ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് തുടങ്ങുന്ന ഈ ദിക്ർ 100 തവണ ചൊല്ലുക. അതിനുശേഷം ആത്മാർത്ഥമായി അള്ളാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്യുക. ഇതിൻ്റെ ഇടയിൽ, അതായത് ആയത്തുൽ കുർസി ഓതി കഴിഞ്ഞതിന് ശേഷം കാഫിറൂൻ സൂറത്ത് ഓതിൻ്റെ ഇടയിലുള്ള ആ സമയത്ത് നിങ്ങൾ എണീറ്റ് പോകാനോ മറ്റ് ജോലിയിൽ ഏർപ്പെടാനോ മറ്റുള്ളവരോട് സംസാരിക്കാനോ നിൽക്കാനോ പാടില്ല. ഇതെല്ലാം
തുടർച്ചയായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതിൻ്റെ ഇടയിൽ മറ്റ് പ്രവർത്തികളൊന്നും ഉണ്ടാവരുത്. നിങ്ങളുടെ മനസ്സിൽ അതെല്ലാം ചൊല്ലുമ്പോഴും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. നിങ്ങളുടെ ഭർത്താവിൻ്റെ കടം അത് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. കടം വീടുവാനുള്ള ആഗ്രഹം അത് നീയത്താക്കി വെക്കുക. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറഞ്ഞു തരാം എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന്. ആദ്യം 3 തവണ ആയത്തുൽ കുർസി ഓതുക. പിന്നെ 11 തവണ കാഫിറൂൻ സൂറത്ത് ഓതുക. 11 തവണ ഇഖ്ലാസ് സൂറത്ത് ഓതുക. പിന്നെ 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്റും ചൊല്ലുക. ഈ കാര്യങ്ങളൊക്കെ തുടർച്ചയായി എല്ലാ ദിവസങ്ങളിലായിട്ട് ചൊല്ലുക. എന്നാണോ നിങ്ങളുടെ ഭർത്താവിൻ്റെ കടം വീടുവാനുള്ളൊരു മാർഗം കാണുന്നത്, അത് ഹലാലായിരിക്കണം കേട്ടോ. ആ മാർഗം കാണുന്നത് അന്ന് വരെ നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ്. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒന്നുമില്ലെങ്കിൽ തുടർച്ചയായി ചൊല്ലിപ്പോരാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ഭർത്താക്കന്മാരുടെ എല്ലാ കടങ്ങളും വീടി റാഹത്തും സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.